വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ലെൻസസ് എന്ന ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി ചെന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്ലാസ് ഫുള്ള് കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് കാണുക. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫുൾ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ പ്ലേലിസ്റ്റ് ലിങ്കിൽ പോയാൽ നിങ്ങൾക്കത് മൊത്തം കാണാനായിട്ട് പറ്റും. സമയം കളയുന്നില്ല, നേരെ സ്റ്റാർട്ട് ചെയ്യുന്നു. ലെൻസസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെൻസ് ഇക്വേഷൻ വരെ പറഞ്ഞാണ് നിർത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലെൻസ് ഇക്വേഷൻ ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്താ ലെൻസ് ഇക്വേഷൻ? 1/f. അല്ല, എന്താ ലെൻസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെൻസിലെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരമായിട്ടുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും അവിടെ ഇമേജ് ഉണ്ടാകുന്ന ദൂരമായ ഇമേജ് ഡിസ്റ്റൻസും ഈ പറയുന്ന ലെൻസിൻ്റെ ഫോക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റേ ഡയഗ്രാം വെച്ച് കണ്ടുപിടിച്ച പല കാര്യങ്ങളും, അതായത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇമേജിനുണ്ടാകുന്ന മാറ്റം നമ്മൾ റേ ഡയഗ്രാം വരച്ച് പഠിച്ചു. ഇനി ആ റേ ഡയഗ്രാമത്തിൽ വരച്ച് പഠിച്ച കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഇക്വേഷനാണ് ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം, ലെൻസ് ഇക്വേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഡിസ്റ്റൻസുകളാണല്ലോ എടുക്കുന്നത്, അല്ലേ? യു എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ്. വി എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ്. എഫ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയോ അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ്. അപ്പോൾ ദൂരങ്ങൾ അളക്കുമ്പോൾ നമുക്ക് എന്തുകൂടെ നോക്കണം, അതിൻ്റെ സൈൻ കൂടെ നോക്കണം. സോ ലെൻസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. കാർട്ടീഷ്യൻ എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, അവിടെ ഒരു ഗ്രാഫ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഗ്രാഫിൻ്റെ നടുക്കായിട്ട്, അല്ലെ, ഗ്രാഫിൻ്റെ ഒറിജിൻ എന്ന് പറയും. ആ ഒറിജിൻ അല്ലെങ്കിൽ നടുക്കായിട്ട് വേണം നമ്മൾ എപ്പോഴും ലെൻസിനെ വയ്ക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് വലത്തോട്ടുള്ളതിന് നിങ്ങൾ എക്സ് ആക്സിസ് ആയിട്ടും ഇടത്തോട്ടുള്ളതിന് നിങ്ങൾ എക്സ് ഡാഷ് ആയിട്ടും മുകളിലോട്ടുള്ളതിന് നിങ്ങൾ വൈ ആയും താഴെയുള്ളതിന് നിങ്ങൾ വൈ ഡാഷ് ആയിട്ടുമാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ആ മെഷർമെൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്, അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി മുകളിലോട്ട് നമ്മളൊരു മെഷർമെൻറ്റ് എടുത്താൽ അത് പോസിറ്റീവും, താഴോട്ട് എടുത്താൽ അത് നെഗറ്റീവും ആയിരിക്കും എന്ന ലോജിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ സെറ്റ്. നമ്മളത് പറയുന്ന രീതി വേറെയാണെന്നേ ഉള്ളൂ, അല്ലേ? ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ വലത്തോട്ടുള്ള ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതിനെതിരെ ഉള്ള ഡയറക്ഷൻ, അതായത് ഇടത്തോട്ടുള്ള ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം പലപ്പോഴും നമ്മൾ ഒബ്ജക്റ്റിനെ എപ്പോഴും ഇടതുവശത്ത്, നിങ്ങൾ പഠിച്ച റേ ഡയഗ്രം ആലോചിക്കുക, അവിടെ എല്ലാ സമയവും നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചത് ഇടതുവശത്താണ്. അപ്പോൾ ഇടതുവശത്താവുമ്പോൾ അവിടെ നിന്ന് റേ പോകുന്ന എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. സോ അത് പോസിറ്റീവായിട്ട് എടുക്കും, അതിനെതിരെയുള്ളത് നെഗറ്റീവായിട്ട് എടുക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. അതായത് മക്കളെ നോക്കിക്കോ, നമ്മൾ റേ ഡയഗ്രാം വെച്ച് കണ്ടുപിടിച്ച കാര്യം, നമ്മൾ റേ ഡയഗ്രാം വെച്ച് എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് അത് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു റേ ഡയഗ്രാം ഉപയോഗിച്ച് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഒരു റേ ഡയഗ്രാം നമ്മൾ ആദ്യം അതിൽ വരച്ചത് ആ ലെൻസിനെയാണ്. അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്തു. നമ്മളതിൽ എന്താ പഠിച്ചത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെൻസിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്നും റേസ് വരുന്നു, അത് ലെൻസിലൂടെ കടന്നു പോകുന്നു, അത് എവിടെയോ വെച്ച് മീറ്റ് ചെയ്യുന്നു, അവിടെ എന്തുണ്ടാകുന്നു, ഇമേജ് ഉണ്ടാകുന്നു. അപ്പോൾ റേ ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒബ്ജക്റ്റിനെ നമ്മൾ വച്ചു, അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ദൂരം നമുക്ക് കിട്ടും. ഇമേജ് നമുക്ക് കിട്ടുന്നു, അപ്പോൾ ഇമേജിൻ്റെ ദൂരം നമുക്ക് കിട്ടും, റേ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. ഫോക്കൽ ലെങ്ത് നമുക്ക് റേ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. ഇതിലേതെങ്കിലും രണ്ടെണ്ണം ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് തന്നിട്ട് മൂന്നാമത്തേത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മുടെ ലെൻസ് ഇക്വേഷൻ ആയിട്ടുള്ള 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ f ഈസ് ഈക്വൽ ടു uv ബൈ
യു മൈനസ് വി എന്ന ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം ഇക്വേഷൻ പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഫോക്കൽ ലെങ്തും വിയും തന്നിട്ട് യു കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മൾ അവിടെ കിട്ടുന്ന ഇമേജിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. റേ ഡയഗ്രാം വെച്ച് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഉണ്ടാകുന്ന ഇമേജ് ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ എന്ന് നമുക്ക് റേ ഡയഗ്രാം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷനിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ഇമേജ് ആണോ അതോ ഡിമിനിഷ്ഡ് ഇമേജ് ആണോ, അതായത് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആണോ ചെറിയ ഇമേജ് ആണോ സെയിം സൈസ് ഇമേജ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് സഹായിക്കുന്നത് ഈ പറഞ്ഞ ഇക്വേഷൻ അല്ല, നമ്മളിപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു കാര്യം പഠിക്കും. ആ മാഗ്നിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമുക്ക് അതും എന്ത് ചെയ്യും? മനസ്സിലാവും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് പറയും, ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ റേ ഡയഗ്രം തന്നിട്ട് ചോദ്യം ചോദിക്കുന്ന രീതിയാകാം. അല്ലെങ്കിൽ നമ്മളടുത്ത് പറയും ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ണാടിയിൽ നിന്നും ഇത്ര ദൂരം അകലെ ഇരിക്കുകയാണ്, കണ്ണാടിയുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇത്ര ദൂരമാണെങ്കിൽ ഇമേജ് എവിടെ കിട്ടുന്നു, ആ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഐഡിയ കിട്ടുന്നുണ്ടല്ലോ നമ്മളിത് എന്താ പഠിക്കാൻ പോകുന്നതെന്ന്. സോ നമുക്കതൊന്ന് നോക്കാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ രീതിക്കുള്ളൊരു ചോദ്യം. ഇതുപോലത്തെ ഒരു ഡയഗ്രാം തന്നിട്ട് അതിൽ നിന്നും എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള രീതിക്കായിരിക്കും ടൈപ്പ് 1 ചോദ്യങ്ങൾ വരുന്നത്. എന്ത് വരുന്നത്? ഇവിടെ നിന്നുള്ള ടൈപ്പ് 1 ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യം വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ. ഇതിൽ നിന്നും ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരവും ഇമേജ് ഇരിക്കുന്ന ദൂരവും ഒബ്ജക്റ്റിൻ്റെ ഉയരവും ഇമേജ് ഇരിക്കുന്ന ഉയരവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ നിന്നും സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് ഡേറ്റ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് വെറും 90 എന്നാണ് തന്നേക്കുന്നത്. പക്ഷേ സൈൻ കൺവെൻഷൻ അനുസരിച്ച് അവിടെ മാറ്റം വരും അല്ലേ? ആ മാറ്റത്തിനനുസരിച്ച് എഴുതാൻ പഠിക്കണം. സോ നമ്മൾ ആദ്യം ചോദ്യം വായിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള എടുത്ത് എഴുതണം. സോ ഇവിടെ യു തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം എത്രയാണ്? ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം 90 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇത് ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടത്തോട്ട് എടുക്കേണ്ട മെഷർമെൻ്റ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സാധനം വന്നാൽ ഈ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ വരച്ചിട്ട് ഇത് എക്സ് ആണെന്നും ഇത് എക്സ് ഡാഷ് ആണെന്നും ഇത് വൈ ആണെന്നും വൈ ഡാഷ് ആണെന്നും നമ്മൾ ആദ്യമേ ചോദ്യ പേപ്പറിലോ നമ്മുടെ ആൻസർ പേപ്പറിലോ ഒരു വശത്തായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചാൽ നമുക്ക് പിന്നെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ സൈൻ തെറ്റി പോകത്തില്ല. സോ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ല, കാരണം ഇത് ഇടത്തോട്ടാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് ഇവിടെ -90 ആയി. അപ്പോൾ -90 വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇടത്തേക്കാണ്. ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. സോ വാല്യൂ മൈനസ്. ഒരു ഗ്രാഫ് വരയ്ക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇനി ഇമേജിൻ്റെ ഇരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ വലത്തോട്ടാണ്. സോ പ്ലസ് എന്താണ്? 30 സെൻറ്റിമീറ്റർ ആണ് വി എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താ ഇവിടെ തന്നിട്ടുള്ളത്? പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് തന്നിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ മെഷർമെൻറ്റ് യൂസിങ് സൈൻ കൺവെൻഷൻ ആണ് നമ്മൾ എഴുതി. ഇനി കാൽക്കുലേറ്റ് ചെയ്ത ഫോക്കൽ ലെങ്ത്, ഇവിടെ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. സോ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. സിമ്പിളാണ്, നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഈ ഫോർമുല കൊടുത്താൽ മതി, കാരണം ഡയറക്റ്റ് ഫോക്കൽ ലെങ്ത് അല്ലേ. അപ്പോൾ ഇതിനെ എഴുതി റീഅറേഞ്ച് ചെയ്ത് സമയം കളയേണ്ട, എന്ത് ചെയ്താൽ മതി? UV/U - V എന്ന ഫോർമുല കൊടുത്താൽ മതി. ഇനി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. യു എത്രയാണ്? -90 ആണ്. അപ്പോൾ -90 ഇൻറ്റു വി എത്രയാണ്? 30 ആണ്. ഡിവൈഡഡ് ബൈ യു എത്രയാണ്? -90 മൈനസ് ഇവിടെ ഇക്വേഷനുള്ള മൈനസ് ആണ്, അത് അതുപോലെ കൊടുക്കണം. മൈനസ് എത്ര? വി എന്ന് പറയുന്ന 30 ആണ്. സിംപ്ലിഫൈ ചെയ്യാം. 90 -90 ഇൻറ്റു 30 9 ഇൻറ്റു 3 9 27 2 0 ഉണ്ട്. ഇവിടെ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ -90 -30 -90 -30 രണ്ടും മൈനസ് ആണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് കൊടുത്താൽ മതി. 90 30 കൂടെ 120 വരുന്നത്. രണ്ട് മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ മുകളിലും താഴെയും മൈനസ് വന്നു. ഡിവിഷൻ്റെ റൂൾ അനുസരിച്ച് അത് വെട്ടിപ്പോകും. പിന്നെ എന്താ വരുന്നത്? പിന്നെ വരുന്നത് 2700/120 0 0 വെട്ടിപ്പോവും. 270/12 22.5 എന്ന് വരും. 22.5 സെൻറ്റിമീറ്റർ എന്ന് വരും. എന്ത് വരും? 22.5 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത് കിട്ടി 22.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചേക്കാണ്. ഓക്കെ, ഇത് ഏത് ടൈപ്പ് ലെൻസ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. ഇത് ഏത് ടൈപ്പ് ലെൻസ് ആണെന്ന് നമുക്ക് ഫോക്കൽ ലെങ്ത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നോക്കണം. നിങ്ങൾ ഒരു ചോദ്യം തന്നു, അതായത് ഇപ്പോൾ തന്ന പോലെ റേ ഡയഗ്രം തന്നിട്ടല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ വെറുതെ യു തന്നു,
എഫ് തന്നു, വി കണ്ടുപിടിക്കാൻ പറഞ്ഞു, എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല സോറി തിരിച്ചുപോയി, നമുക്ക് യു തന്നു, വി തന്നു, എന്നിട്ട് എഫ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. എന്നിട്ട് ചോദ്യത്തിൽ പറയുകയാണ് ഇത് എന്ത് ടൈപ്പ് ലെൻസാണെന്ന് കൂടെ പറയാമെന്ന് ചോദിക്കുകയാണ്. ഇത് എന്ത് ടൈപ്പ് ലെൻസാണ്? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഫോക്കൽ ലെങ്തിൻ്റെ സൈൻ ഉപയോഗിച്ച് അത് ഏത് ലെൻസാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഫോക്കൽ ലെങ്തിന് 2 സൈനാണ് ഉണ്ടാവുന്നത്. ഒന്നുകിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആ പറയുന്ന ലെൻസിൻ്റെ വലതുവശത്താണ് ഫോക്കസ് ഉണ്ടാവുന്നത്. ഇടത്തും വലത്തും ഫോക്കസ് ഉണ്ടെങ്കിലും മെയിൻലി വരുന്ന എവിടെയാണ്? വലതുവശത്താണ്. കാരണം നമ്മൾ ഒബ്ജക്റ്റിനെ എപ്പോഴും ഇടത് വയ്ക്കുന്നതുകൊണ്ട് ഫോക്കസ് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. സോ ഈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ പോസിറ്റീവ് ഫോക്കസ് കിട്ടണമെങ്കിൽ അത് എന്ത് ലെൻസ്? അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കണം. അത് എന്ത് ലെൻസ് ആയിരിക്കണം? കോൺവെക്സ് ലെൻസ്, അല്ലെങ്കിൽ അത് കൺവേർജിങ് ലെൻസ് ആയിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ അത് എപ്പോഴും കൺവേർജിങ് ലെൻസ് ആയിരിക്കും. എപ്പോഴും എന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ പേരെന്താ? കോൺകേവ് ലെൻസ്. വരുന്ന റേ തട്ടി ദൂരേക്ക് പോകും. സോ പുറകിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ എഫ് ആണ് വെച്ചത് അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ആയിരിക്കുന്നത്, ഇമേജ് ഇവിടെ ആയിരിക്കുന്നത്. ഇടത്തോട്ട് എടുക്കുന്ന മെഷർമെൻ്റ് ആണല്ലേ, ഇവിടുന്ന് ഇടത്തോട്ടാണ്. സോ നെഗറ്റീവ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കും? അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഫോക്കൽ ലെങ്ത് വെച്ച് അത് ഏത് ടൈപ്പ് ലെൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നോട്ടിൻ്റെ സൈഡിൽ എഴുതി വയ്ക്കണം. ഫോക്കൽ ലെങ്ത് ഉപയോഗിച്ച് ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോക്കസിൻ്റെ സൈൻ നോക്കിയാൽ മതി. ഫോക്കസിൻ്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസും, ഫോക്കസിൻ്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസും ആയിരിക്കും. തെറ്റല്ലേടാ? അപ്പോൾ അത് വെച്ച് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി മാഗ്നിഫിക്കേഷനാണ്. എന്താണ് മാഗ്നിഫിക്കേഷൻ? ഞാൻ പറഞ്ഞു നമുക്ക് ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ ഇറക്റ്റ് ആണോ ഇൻവേർട്ട് ആണോ എന്ന് കണ്ടുപിടിക്കാം. പക്ഷേ എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ ഉണ്ടാകുന്ന ഇമേജ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് പറ്റത്തില്ല. അപ്പോൾ അതിന് നമുക്ക് പുതിയൊരു ഇക്വേഷൻ വേണം. അതിൻ്റെ പേരാണ് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? സിമ്പിളാണ്. മാഗ്നിഫിക്കേഷൻ നമ്മൾ എം എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഹൈറ്റ് ഓഫ് ദ ഇമേജിനെ നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് മാഗ്നിഫിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസിനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂം സെയിം തന്നെ ആയിരിക്കും. അതിനാണ് എന്ത് വിളിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഡിവിഷനായിട്ട് എഴുതുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? റേഷ്യോ ആയിട്ട് എഴുതിക്കൂടെ? എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം, വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് to the height of the object. It is the ratio of height of the image to the height of the object എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാഗ്നിഫിക്കേഷൻ പറയുന്നത്. സോ വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതിന് യൂണിറ്റ് ഇല്ല, കാരണം മുകളിലും താഴെയും ഉള്ളത് ഒരേ വാല്യൂ ആണ് അല്ലേ? ഒരേ ടൈപ്പ് വാല്യൂ ആണ്. മുകളിലുമുള്ളതും ലെങ്ത് തന്നെ, താഴെയുള്ളതും ലെങ്ത് തന്നെ. അപ്പോൾ സെൻറ്റിമീറ്റർ തമ്മിൽ വെട്ടിപ്പോകും. അതാണ് എന്തില്ലാത്തത്? മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ലാത്തത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ മറ്റൊരു യൂണിറ്റ് ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ വി ബൈ യു എന്ന് പറയുന്നത്. 2 ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 ഇക്വേഷൻ യൂസ് ചെയ്ത് സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾ പഠിച്ചോ. അപ്പോൾ എങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്? എങ്ങനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് ഇമേജ് എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്ന് പറയാനായിട്ട് പോകുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോളേ. മാഗ്നിഫിക്കേഷന് 3 വാല്യൂ ആണ് വരാൻ സാധ്യത. ഒന്ന്, മാഗ്നിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 1 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. മാഗ്നിഫിക്കേഷൻ 1 എന്ന വാല്യൂ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസാണ്. നോട്ടിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കണം. മാഗ്നിഫിക്കേഷൻ 1 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒബ്ജക്റ്റും ഇമേജിൻ്റെയും സൈസ് എന്താണ്? 1 ആണ്. എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കിയേ. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഈ 2 വാല്യൂവിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം 1 കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതും സെയിം ആയിരിക്കണം. എക്സാമ്പിൾ, 2/2 ഉത്തരം 1, 5/5 ഉത്തരം 1. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകുമ്പോഴാണ് ഉത്തരം 1 വരുന്നത്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും സെയിം. സോ മാഗ്നിഫിക്കേഷൻ്റെ ഉത്തരം 1 എന്ന് കിട്ടിയാൽ നിങ്ങൾ കണ്ണുപൂട്ടി പറയണം അവിടെ ഉണ്ടായ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസാണെന്ന് പറയണം. ഇനി അടുത്ത കേസ്, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായിരിക്കും. ഈ സിമ്പൽ അറിയാമല്ലോ, ഇത് ചെറിയ വാല്യൂ, ഇത് വലിയ വാല്യൂ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1നേക്കാളും ചെറുതായിരിക്കും എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇമേജ് ചെറുതായിരിക്കും. എക്സാമ്പിൾ നോക്കാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു,
ഇപ്പോൾ നോക്കിയേ 2/5 അല്ലെങ്കിൽ വേണ്ട സിമ്പിളായിട്ടൊരു വാല്യൂ എടുക്കാം പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് 5/10 ചെയ്യുന്നത് നോക്കിയോ. ഉത്തരം എത്രയായിരിക്കും? 0.5 ആയിരിക്കും. 0.5 ഒന്നിനേക്കാളും ചെറുതല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, മുകളിലുള്ള വാല്യൂ ചെറുത്, താഴെയുള്ള വാല്യൂ വലുത്. മുകളിലുള്ളത് ഇമേജ് ചെറുത്, താഴെയുള്ളത് ഒബ്ജക്റ്റിൻ്റെ ഉയരം, ഒബ്ജക്റ്റ് വലുത്. അപ്പോൾ ഒബ്ജക്റ്റ് വലുതും ഇമേജ് ചെറുതും ഉണ്ടാകുന്ന എന്താണ്? ഡിമിനിഷ്ഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നിനേക്കാളും വലുതുമാകാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? അത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. അതെന്തായിരിക്കും? എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു 10/5 എന്നാണ് വന്നത്. 10/5 ഉത്തരം 2 ഒന്നിനേക്കാളും വലുതാണ്. അതായത് മുകളിൽ കിടക്കുന്ന വാല്യൂ ഇമേജ് അത് വലുത്, താഴെ കിടക്കുന്ന വാല്യൂ ഒബ്ജക്റ്റിൻ്റേത് അത് ചെറുത്. അപ്പോൾ ഒബ്ജക്റ്റിനേക്കാളും വലുതാണ് ഇമേജ്. സോ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എൻലാർജ്ഡ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? എൻലാർജ്ഡ് എന്ന് വിളിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്താകാം? പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഉണ്ടാകുന്നത് എന്ത് ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജ് എന്ന് വെച്ചാൽ ഇടത്തെ ഭാഗത്തുണ്ടാകുന്നു, റിയൽ ഇമേജ് എന്ന് വെച്ചാൽ വലത്തെ ഭാഗത്തുണ്ടാകുന്നു. അപ്പോൾ അത് വെച്ച് ഓർത്ത് വയ്ക്കുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്തായിരിക്കും? റിയൽ ഇമേജും ആയിരിക്കും. ഓക്കെ, ഇത്രയാണല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമേജ് ഈസ് ഇറക്റ്റ് ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്. കണ്ടോ, ഇമേജ് ഈസ് ഇറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറക്റ്റായ ഇമേജുകളെല്ലാം എന്തായിരിക്കും? അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ ഇങ്ങനെ തന്നത്. കണ്ടോ, അടുത്തതായി ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന പോയിന്റ് തന്നെയാണ്. ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് ഇൻവേർട്ടഡ്. നമ്മൾ പഠിച്ച റേ ഡയഗ്രമാണ് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത്. തലകുത്തനെ കിട്ടിയ ഇമേജുകളെല്ലാം എന്ത് ഇമേജ് ആയിരുന്നു? റിയൽ ഇമേജ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പോയിന്റ് മാഗ്നിഫിക്കേഷൻ്റെ സൈഡിൽ ഈ രീതിക്ക് എഴുതിയിട്ടാൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഫർ ചെയ്ത് നമുക്ക് ഉത്തരത്തിൽ എഴുതാനായിട്ട് പറ്റും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിരിക്കും. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ യൂസിങ് ദ മെഷർമെൻറ്റ് ഇൻ ദ ഫിഗർ 2.23 ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ്. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് കിടക്കുന്നത് ഈ ചോദ്യം ഉണ്ടല്ലോ, ഇതിൽ തന്നിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങളിവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിഫിക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ചോദ്യം, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, മാഗ്നിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ കണ്ട ചോദ്യം ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് മാഗ്നിഫിക്കേഷനാണ്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ പക്കൽ 2 ഫോർമുല ഉണ്ട്. ഒന്ന് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ V/U ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാം. ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. നോക്ക്, ഈ ഫിഗറിൽ നിന്നും ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയാണ്? 0.6 ആണ്. അപ്പോൾ നമുക്ക് എത്ര എടുക്കാം? -0.6 എന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാ സാറേ മൈനസ് എടുത്തേന്ന്? നോക്കടാ, താഴേക്കാണ് ഇത് വന്നേക്കുന്നത് അല്ലേ? ഇത് എങ്ങോട്ടാണ് വന്നേക്കുന്നത്? താഴേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളല്ലേ ഈ പറയുന്ന ആക്സിസ് വെച്ചിട്ടാണ് ഇവിടെ നിന്നാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. നമ്പർ ലൈൻ ആലോചിച്ചാൽ, ഗ്രാഫ് പേപ്പർ ആലോചിച്ചാൽ മതി. താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ്, സോ മൈനസ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 1.8 മുകളിലോട്ട്, സോ എത്രയാണ്? 1.8 എന്ന് കിട്ടും. അപ്പോൾ 0.6/1.8 നമുക്ക് എത്ര കിട്ടും? 1/3 അഥവാ -1/3 എന്ന് കിട്ടും. എത്ര കിട്ടും? -1/3 എന്ന് കിട്ടും. അപ്പോൾ കിട്ടി. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഇതേ ഉത്തരം തന്നെ കിട്ടുമോ നമുക്ക് നോക്കാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു V/U. ഇവിടെ V എത്രയാണടാ? V എന്ന് പറയുന്നത് +30ഉം U എന്ന് പറയുന്നത് -90 ആണ്. ഇതും എത്രയാണ്? 0 0 വെട്ടുമ്പോൾ മൈനസ് ഉണ്ട്. 3/9 -1/3 എന്ന് കിട്ടും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ അവിടെ ഇവിടെ -1/3. അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണ്. സോ ഇവിടെ ഉണ്ടായത് എന്ത് ഇമേജാണ്? റിയൽ ഇമേജാണ്. എന്ത് ഇമേജാണ്? റിയൽ ഇമേജാണ്. 1/3 എന്ന് പറയുന്നത് ഒന്നിനേക്കാളും ചെറുതാണ്. ഒന്നിനേക്കാളും ചെറുതായതുകൊണ്ട് ഇവിടെ ഉണ്ടായ ഇമേജ് എന്ത് ഇമേജാണ്? ഡിമിനിഷ്ഡ് ഇമേജാണ്. എന്ത് ഇമേജാണ്? ഡിമിനിഷ്ഡ് ഇമേജാണ്. സംശയം ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ വരച്ചെന്ന കാര്യം ഒന്ന് റെഫർ ചെയ്താൽ മതി. ഈ ഉത്തരം എഴുതിയ രീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് പറയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇത്
ഓക്കെ ആണല്ലോ. നേച്ചർ ഓഫ് ദ ഇമേജ് ഇറക്റ്റ് ഇൻവേർട്ടഡ്, ഇതാണ് ഞാൻ നേരത്തെ എന്ത് ചെയ്തത്, വരച്ച് പറഞ്ഞു തന്നത്. എന്നാലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. മാഗ്നിഫിക്കേഷൻ സൈൻ, ഇത് ഞാൻ നേരത്തെ വരച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് ചോദ്യം ചെയ്യാം. ഈ ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. An object of height 2 cm is placed on the optical axis at a distance of 12 cm from the optic center of a convex lens. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനത്തെ വലിയ ചോദ്യങ്ങളായിരിക്കും. മനസ്സിരുത്തി വായിച്ചാലേ പറ്റുള്ളൂ. പെട്ടെന്ന് വെപ്രാളത്തിൽ ചെയ്യാൻ നിൽക്കരുത്, തെറ്റും. An object of height 2 cm, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. അത് പ്ലേസ്ഡ് ഓൺ ദ ഒപ്റ്റിക്കൽ ആക്സിസ്, അല്ലെ, അത് എന്ത് ചെയ്തേക്കുകയാണ്, നമ്മളൊരു ഒപ്റ്റിക്കൽ ആക്സിസിൽ വെച്ചേക്കുകയാണ്. എത്ര ദൂരം? 12 സെൻറ്റിമീറ്റർ ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ ദൂരെയായി നമ്മൾ 2 സെൻറ്റിമീറ്റർ വരെയുള്ള ഒരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ശരി, ഡ്രോ ദ റേ ഡയഗ്രാം. റേ ഡയഗ്രാം വരയ്ക്കണം. അടുത്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. അടുത്ത് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഷർമെൻ്റ് എടുത്ത് റേ ഡയഗ്രാം വരയ്ക്കാം. അതായത് എങ്ങനെ വരയ്ക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, റേ ഡയഗ്രാം വരയ്ക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. റേ ഡയഗ്രാമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ റേ ഡയഗ്രാം ഒന്ന് നമുക്ക് നോക്കാം. റേ ഡയഗ്രാം എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് വ്യക്തമായിട്ട്. റേ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ലൈൻ എടുക്കണം, വരയ്ക്കണം. എന്നിട്ട് അതിനകത്ത് എന്ത് മാർക്ക് ചെയ്യണം, ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഏത് ലെൻസാണ് നമ്മളിവിടെ പറയുന്നത് നോക്കണം. നമ്മളിവിടെ ഏത് ലെൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, നമ്മളിവിടെ പറയുന്നത് കോൺവെക്സ് ലെൻസിനെ പറ്റിയാണ്. അപ്പോൾ ഒരു കട്ടി കുറഞ്ഞ ഒരു കോൺവെക്സ് ലെൻസിനെ ഇതുപോലെ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ നിന്നും നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം, ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്ര ദൂരത്തിലാണ്, 12 സെൻറ്റിമീറ്റർ ദൂരത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്തു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര തന്നെ കൊടുക്കണം, 2 സെൻറ്റിമീറ്റർ തന്നെ കൊടുക്കണം. എന്നിട്ട് നിങ്ങളൊരു റേ വരയ്ക്കണം. ആ റേ നേരെ പോകും. പക്ഷേ ഇവിടെ എന്ത് മാർക്ക് ചെയ്തില്ല, ഫോക്കസ് മാർക്ക് ചെയ്തില്ല അല്ലേ. അപ്പോൾ കോൺവെക്സ് ആയതുകൊണ്ട് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും 6 സെൻറ്റിമീറ്റർ മാറി ഇവിടെ എന്ത് മാർക്ക് ചെയ്യണം, നിങ്ങൾ ഫോക്കസ് മാർക്ക് ചെയ്യണം. വരുന്ന റേ സ്ട്രെയിറ്റ് ആയിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകും. അടുത്ത റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വന്ന് നേരെ വന്ന് കടന്നു പോകും. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. നിങ്ങൾ സ്കെയിലെടുത്ത് കൃത്യം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇമേജ് കിട്ടും. എന്ത് കിട്ടും, ഇമേജ് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇവിടെയുള്ള റേ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് അളന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ദൂരം എന്ന് പറയുന്നതും ഈ ദൂരം എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. എത്രയായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്, ശ്രദ്ധിച്ചിടാം. ഫോക്കൽ ലെങ്ത് 6, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 12. 6ൻ്റെ ഇരട്ടിയല്ലേ 12. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ എവിടെയായിരിക്കുന്നത്, ഒബ്ജക്റ്റ് 2F ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതും ശരിയല്ലേ. റേ ഡയഗ്രാം വരച്ച് പഠിച്ച കുട്ടിക്ക് ഓർമ്മ വരും. ഇതെന്താണ്, ഒബ്ജക്റ്റ് 2F ഇരുന്നാൽ ഇമേജും 2F തന്നെ ആയിരിക്കും. ഇത് റേ ഡയഗ്രാം വെച്ച് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇനി പരീക്ഷയ്ക്ക് റേ ഡയഗ്രാം തന്നില്ല, അല്ലെങ്കിൽ റേ ഡയഗ്രാം വെച്ചല്ലാതെ മറ്റൊരു രീതിയിലാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെന്ന് വിചാരിക്കുക. അതായത് എന്ത് പറയുകയാണ്, ഇവിടെ റേ ഡയഗ്രാം തന്നിട്ടില്ല. ഇവിടെ എന്ത് തന്നിട്ടില്ല, അതായത് ഈ ചോദ്യം ഇല്ലെന്ന് വിചാരിക്കുക. ഡ്രോ എ റേ ഡയഗ്രാം എന്നൊരു ചോദ്യം ഇല്ല. ഡയറക്റ്റായിട്ട് എന്ത് ചോദിച്ചേക്കുകയാണ്, ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ലെൻസ് ഇക്വേഷൻ വെച്ചാണ് ഈ ചോദ്യം ചെയ്യേണ്ടി വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഇമേജ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് അറിയില്ല, അല്ലെ. നമുക്ക് എന്തൊക്കെ അറിയാം, നമുക്ക് ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം അറിയാം, -12 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഇടതുവശത്തല്ലേ, അല്ലേ. ഇതായിരിക്കും ലെൻസ്. നമ്മൾ ഒബ്ജക്റ്റിനെ എപ്പോഴും ഇടതുവശത്ത് വയ്ക്കുക, അതിൽ സംശയമൊന്നും വേണ്ട. സൈൻ കൺവെൻഷന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചു. സോ ഈ ദൂരം യു എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. യു ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും പ്രോബ്ലം ചെയ്യാൻ വരുന്ന 99% കേസിലും. സോ ഈ ദൂരം ഇവിടുന്ന് ഇടത്തോട്ടായതുകൊണ്ട് -12. അടുത്ത് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, വലത്തേക്കാണ്. സോ എത്ര, +6 അല്ലെ, വലത്തോട്ടാണ്, +6. ഇത് -12. ഒബ്ജക്റ്റിൻ്റെ ഉയരം തന്നിട്ടുണ്ട്, +2. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇമേജിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇവിടെ എവിടെയോ ഇമേജ് ഉണ്ടായി നമ്മൾ അസ്യൂം ചെയ്താൽ ഈ ഇമേജ് ഇരിക്കുന്ന ദൂരം വേണം, അതിൻ്റെ സൈൻ വേണം, അതൊക്കെ വെച്ച് വേണം നമുക്ക് ക്യാരക്ടേഴ്സ് എഴുതാൻ. സോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം. സോ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതണം. നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ എന്താണ്, 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് എന്താണ്, 1/u ആണ്. അതിലെ എഫും യുവും നമുക്കറിയാം, വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിയുടെ കൂടെയുള്ള ആളെ വിത്ത് ദ സൈൻ എന്ത് ചെയ്യണം, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. -1/u ഈക്വൽ ടുവിന് അപ്പുറത്ത് കൊണ്ടുപോയാൽ അത് +1/u ആവും. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 1/f
മൈനസ് 1/u അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്താണ് പ്ലസ് 1/u ഈസ് ഈക്വൽ ടു 1/v എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കുക 1/v ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യുന്ന രീതി നമുക്ക് 1/v ആദ്യം എടുത്ത് എഴുതാം. എന്ത് കിട്ടും? 1/v ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u എന്ന് കിട്ടും. ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. 1/f എത്ര? 6 പ്ലസ് 6 പ്ലസ് 1/u എത്ര? u മൈനസ് 12. ഇനി ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സംഖ്യയെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ സംഖ്യയെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/v ഇസ് ഈക്വൽ ടു മൈനസ് 12നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ മൈനസ് 12. ഈ നടുക്കത്തെ സൈൻ അതുപോലെ തന്നെ എഴുതണം. പ്ലസ് 6 അപ്പുറത്തോട്ട് പോകുമ്പോൾ 6 ഇൻറ്റു 1 6 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു മൈനസ് 12 6 ഇൻറ്റു മൈനസ് 12. സോ ഇവിടെ നിന്നും 1/v എന്ന് പറയുന്നത് എത്ര കിട്ടും? മൈനസ് 12 പ്ലസ് 6 മൈനസ് 12 പ്ലസ് 6 എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് 6 എന്ന് കിട്ടും ഉത്തരം. കാരണം ഇത് പോസിറ്റീവും നെഗറ്റീവും വലതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലതിൻ്റെ സൈൻ കൊടുക്കണം. മൈനസ് 6 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 12 അല്ലേ? 6 ഇൻറ്റു 12 എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. 12 5 തവണ ആകുമ്പോൾ 60, 6 തവണ ആകുമ്പോൾ 72 അല്ലേ? എത്രയാണ്? മൈനസ് 72 മൈനസ് 72 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് v എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 1/v എന്ന് പറയുന്നത് മൈനസ് 6 മൈനസ് 72. അപ്പോൾ ഇതിൽ നിന്നും v/1 റെസിപ്രോക്കൽ എടുക്കുകയാണ്, തല്ലാതിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇസ് ഈക്വൽ ടു മൈനസ് 72 മുകളിൽ പോവും ഡിവൈഡഡ് ബൈ മൈനസ് 6 താഴെ വരും. മൈനസും മൈനസും വെട്ടിപ്പോവും. v/1 എന്ന് വെച്ചാൽ v എന്ന് എഴുതാം. 72/6 എന്ന് വെച്ചാൽ എത്രയാണ്? 6 എത്ര തവണ ചെയ്യുമ്പോൾ 72 കിട്ടുന്നത്? 10 തവണ ചെയ്യുമ്പോൾ 60 അല്ലേ? 11 തവണ ചെയ്യുമ്പോൾ 66, 12 തവണ ചെയ്യുമ്പോൾ 72. സോ v എത്ര കിട്ടും? 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 12 സെൻറ്റിമീറ്റർ. സൈൻ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ വിയുടെ വാല്യൂ പ്ലസ് 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? v എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ അതായത് v എന്ന് പറയുന്നത് എവിടെയാണ്? വലതുവശത്താണ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ പോസിറ്റീവ് ആയത്. വലതുവശത്ത് ഉണ്ടാവുന്നത് എപ്പോഴും എന്ത് ഇമേജ് ആയിരിക്കുമടാ? അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? അത് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ 2 ക്വാളിറ്റി നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ആണ് യൂസിങ് ദ ബൈ മെഷറിങ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് അല്ലേ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് വെച്ച് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യാം. സോ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് മാഗ്നിഫിക്കേഷൻ പ്രത്യേകം പറയുന്നുണ്ട് യൂസിങ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് വെച്ച് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് തന്നിട്ടില്ല. എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് തന്നിട്ടില്ല. സോ ചോദ്യം ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഹൈറ്റ് ഓഫ് ദ ഇമേജും കൂടെ നിങ്ങളിവിടെ കണ്ടുപിടിക്കണം. എങ്ങനെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കും? നമുക്കറിയില്ല. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ അത് എന്തിന് ഈക്വലാണ്? v/uക്ക് ഈക്വലാണ്. നമുക്ക് വിയും യുവും അറിയാം. അപ്പം വിയും യുവും വെച്ച് ഇവിടെ നോക്കടാ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം, ഒന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നോക്കണം, വിയും യുവും വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷനും ഈ ഇക്വേഷനും വെച്ചിട്ട് ഇതും അപ്പോൾ നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ആദ്യം വിയും യുവും വെച്ച് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. ആ മാഗ്നിഫിക്കേഷൻ വെച്ച് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു വി എത്ര? പ്ലസ് 12 ബൈ യു എത്ര? മൈനസ് 12. അപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടും? 12/12 -1 എന്ന് കിട്ടും. സോ മാഗ്നിഫിക്കേഷൻ മൈനസ് ആണ്. സോ ഇവിടെ കിട്ടുന്ന ഇമേജ് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്. മാഗ്നിഫിക്കേഷൻ 1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് ഇമേജും സെയിം സൈസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ വരച്ച് പറഞ്ഞു തന്നതിൻ്റെ ലോജിക്ക്. കണ്ടോ, അവിടെ നമ്മൾ പറഞ്ഞു മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വന്നാൽ അത് റിയൽ ആയിരിക്കും, മാഗ്നിഫിക്കേഷൻ 1 വന്നാൽ അത് എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ മൈനസ് കൊണ്ട് ഒന്നിനേക്കാളും ചെറുതല്ലേ എന്ന്. അവിടെ നമ്മൾ സൈനിനെയും ഈ ഡിജിറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇവിടെ കിട്ടുന്ന ഈ സൈനിനെയും ഈ ഡിജിറ്റിനെയും എന്തായിട്ട് വേണം എടുക്കാൻ? സെപ്പറേറ്റ് ആയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, സൈൻ എന്ന് പറയുന്നത് റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവിടെ കിട്ടുന്ന ആ വാല്യൂ എന്ന് പറയുന്നതാണ് സൈസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കിട്ടി -1. അപ്പോൾ ഈ -1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന് ഈക്വലാണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്കറിയാം 2 ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും -1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ 2 എന്ന് കിട്ടും.
അപ്പോൾ ഇതിൽ നിന്ന് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കിട്ടാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -2 ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അപ്പോൾ അതിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയെന്ന് കിട്ടി? -2 എന്ന് കിട്ടി. സോ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയാണ്? -2 ആണ്. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, ഞാനിവിടെ 2 ചെറിയ സ്റ്റെപ്പിൽ എഴുതി വെച്ചെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് വരും. സോ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ബാക്കിൽ പോയിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക, കിട്ടും. ഇതേപടി നമുക്കൊരു ചോദ്യം കൂടെ ചെയ്യാം. ഇതും ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന അടുത്ത ചോദ്യമാണ്. പറയുന്നത് ഒരു കോൺകേവ് ലെൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോൺകേവാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട് 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളത്. അത് 30 സെൻറ്റിമീറ്ററിൽ വച്ചേക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ്, അതായത് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക, ക്യാരക്ടേഴ്സ് എടുത്ത് എഴുതുക. സോ നിങ്ങൾ സൈഡ് റഫായിട്ടൊരു ഫിഗർ വരച്ചിട്ട് ചെയ്തു തുടങ്ങുന്നതാണ് നല്ലത്. ഇത് ഇങ്ങനെ ഒരു ലെൻസ് വരയ്ക്കുക. തെറ്റിപ്പോയി, കോൺകേവ് ലെൻസ് ആണ് അല്ലേ. ഇങ്ങനെ ഒരു ലെൻസ് വരയ്ക്കുക. അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങളിവിടെ റഫായിട്ട് മാർക്ക് ചെയ്താൽ മതി. -30 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഈ ഇമേജിൻ്റെ ഉയരം തന്നിട്ടുണ്ട് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. കോൺകേവ് ആണ്, ഫോക്കൽ ലെങ്ത് ഇടതുവശത്തല്ലേ വരുന്നത്. ഈ ദൂരവും തന്നിട്ടുണ്ട് എത്രയാണ്? ഈ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ അഥവാ -20 സെൻറ്റിമീറ്റർ അതൊന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ സൈൻ കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുക. തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് യു തന്നിട്ടുണ്ട് അല്ലേ. എന്ത് തന്നിട്ടുണ്ട്? യു തന്നിട്ടുണ്ട്. എത്രയാണ് യു എന്ന് പറയുന്നത്? യു എന്ന് പറയുന്നത് -30. യു എന്ന് പറയുന്നത് എത്രയാണ്? -30. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ്? -20. വി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് +2 സെൻറ്റിമീറ്റർ. സോ നമുക്ക് വി കണ്ടുപിടിക്കണം. തൊട്ട് മുമ്പ് ചെയ്ത അതേപോലെ അല്ലേ. നമുക്കറിയാവുന്ന ഫോർമുല എന്തുവാണ്? 1/f = 1/v - 1/u ആണ്. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 1/v ആണ്. സോ -1/u അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് +1/u ആവും. സോ നമുക്ക് 1/f + 1/u = 1/v എന്ന് കിട്ടും. ഞാൻ ഈ 1/v ആദ്യം എടുത്ത് എഴുതുകയാണ്. 1/v = 1/f + 1/u. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. 1/v = 1/f എത്ര? -20 + 1/-30 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് 1/v എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ? ഇവനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഇവനെ വിത്ത് സൈനാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. താഴെയുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്ത് കിട്ടും? -30 + -20 ഡിവൈഡഡ് ബൈ -20 ഇൻറ്റു -30 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്നും 1/v എന്ന് പറയുന്നത് എത്ര കിട്ടുമടാ? -20 പ്ലസ് മൈനസും കൂടെ മൈനസ് ആവും. അപ്പോൾ -30. അപ്പോൾ രണ്ടും കൂടെ കൂട്ടണം അല്ലേ. രണ്ടും കൂടെ കൂട്ടാനുള്ള നമുക്ക് വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ലല്ലോ അല്ലേ. 50 എന്ന് കിട്ടും അല്ലേ. എത്ര കിട്ടും? 50. എന്ത് 50? -50 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 20 × 30. 3 2 6 അല്ലേ. 3 2 6 0 0 0 മൈനസും മൈനസും മൈനസ് അല്ലേ. മൈനസും മൈനസും മൈനസ് അല്ല. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ നമുക്ക് 1/v എത്ര കിട്ടും? 0 0 വെട്ടിപ്പോയി. പിന്നെ എന്താ ഉള്ളത്? -5/60. 1/v ആണ് -5/60. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ v/1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 60/-5. അതിൽ നിന്നും v എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60 അല്ലേ. 10 പ്രാവശ്യം 50, 12 പ്രാവശ്യം -12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വിയുടെ വാല്യൂ എത്ര കിട്ടും? -12 സെൻറ്റിമീറ്റർ എന്ന് വിയുടെ വാല്യൂ കിട്ടും. സോ നമുക്ക് വി കിട്ടി എത്രയാണ്? -12 സെൻറ്റിമീറ്റർ. എത്രയാണ്? -12 സെൻറ്റിമീറ്റർ വിയുടെ വാല്യൂ കിട്ടി. ഓക്കെ, തെറ്റാണല്ലോ. -12 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അത് ഓക്കെ ആയി. അപ്പോൾ വി കിട്ടി. വി എത്രയാണ്? -12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം വി എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവാണ്. വിയുടെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇവിടെ കിട്ടുന്നത് ഒരു വെർച്വൽ ഇമേജ് എന്ന് പറയാൻ പറ്റും. അതല്ലെങ്കിലും പറയാം, ഇത് കോൺകേവ് ലെൻസ്, അതിലെപ്പോഴും വെർച്വൽ ഇമേജേ ഉണ്ടാവുള്ളൂ. ശരി, ഇനി കണ്ടുപിടിക്കാനുള്ളത് മാഗ്നിഫിക്കേഷനാണ്. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എന്താ? അത് v/u ആണ് അല്ലേ. വി എത്രയാണ്? -12 ബൈ യു എത്രയാണ്? -20 ആണോ 30 ആണോ? -30 അല്ലേ. 30. സോ നമുക്ക് എത്ര കിട്ടും?
-12/30 മൈനസ് മുകളിലുള്ളപ്പോൾ പ്ലസ് ആവും 0.4 എന്ന് കിട്ടും. സോ മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് ആണ്. സോ ഇവിടെ കിട്ടിയ ഇമേജ് എന്ത് ഇമേജ് ആണ്? വെർച്വൽ ഇമേജ് ആണ്. 1-നേക്കാളും താഴെയാണ് 0.4. സോ ഇവിടെ കിട്ടിയ എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. എന്ത് ഇമേജ് ആയിരിക്കും? ഡിമിനിഷ്ഡ്. സോ വെർച്വലും ഡിമിനിഷ്ഡും വെർച്വൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? അത് ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇറക്റ്റും വെർച്വലും ഡിമിനിഷ്ഡും ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. കണ്ടോ? 2 ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ചെയ്തു. കുറച്ച് പാടാണ്, പക്ഷേ 1-2 പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാവും. ഈ ചാപ്റ്റർ തീരുമ്പോൾ നമുക്ക് ഇതുപോലെ മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കി പഠിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടുള്ള പവർ ഓഫ് ലെൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പവർ ഓഫ് ലെൻസ്, പിന്നെ ഈ പറയുന്ന ലെൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് പോലെയുള്ള കുറച്ച് ഉപകരണങ്ങളെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ തീരും. പിന്നെ വരുന്ന ലെറ്റ്സ് അസസ് എന്ന് പറയുന്ന ഭാഗമാണ്. ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയിട്ട് പരീക്ഷ പാടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ തന്നേക്കുന്നത്. അതായത് ഈ ചാപ്റ്റർ പഠിച്ച കുട്ടി ഈ ചോദ്യങ്ങൾ ചെയ്യാൻ എക്സ്പെർട്ട് ആയിരിക്കണം. ഈ റേഞ്ചിലുള്ള ചോദ്യങ്ങളായിരിക്കും പബ്ലിക് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി ചെയ്ത് പഠിച്ചാലേ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇന്നത്തേക്ക് ഇത്രയും മതി. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.